ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന അജ്മഈന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ സത്യവിശ്വാസികൾക്കുള്ള, സത്യനിഷേധികൾക്കുള്ള സ്വർഗ നരകങ്ങളെ പറ്റിയാണ് ചർച്ച നടന്നു തുടങ്ങുന്നത്. ആദ്യമായി സ്വർഗീയ അനുഭൂതികളെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗത്തിൽ അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിൽ വ്യത്യസ്തമായ ശുഗുലുകളിൽ, പണികളിൽ അവൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ആയത്ത് ഓതി വെക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അനുഭൂതികൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വ്യത്യസ്തമായ സുഖരസങ്ങൾ. ഒരു സുഖം നമ്മളത് മറക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത സുഖത്തിലേക്ക് അല്ലാഹു തആല നമ്മളെ മാറ്റുന്നു. ഒരു രസം നമ്മൾ ആസ്വദിച്ചു വരുമ്പോൾ അതിനേക്കാൾ വലിയ ആസ്വാദനത്തിലേക്ക് അല്ലാഹു തആല നമ്മളെ കൊണ്ടെത്തിക്കുന്നു. നമ്മൾ ആവശ്യം വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഭക്ഷണം നമ്മൾ കഴിച്ച് ആ ഭക്ഷണത്തിന്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുപോലത്തതല്ല പിന്നെ തരുന്നത്, അതിനേക്കാൾ മാധുര്യമുള്ള ഭക്ഷണം അല്ലാഹു തആല തരും. ഇനി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വന്നു, എനിക്ക് ഇന്നാലിന്നൊരു ഭക്ഷണം കഴിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചു പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം മുന്നിൽ വരും. അതാണ് ഇതിന്റെ അർത്ഥം. വ്യത്യസ്തമായ ശുഗലുകളിൽ, ശുഗലുകൾ എന്ന് പറഞ്ഞാൽ തൊഴിലുകളിൽ എന്നല്ല, ജോലികളിൽ എന്നല്ല. സ്വർഗത്തിലെ ജോലി എന്ന് പറയുന്നത് അവിടെ അധ്വാനിക്കലല്ല, അവിടെ ആസ്വദിക്കലാണ്. അധ്വാനിക്കേണ്ടത് ഭൂമിയിലാണ്. സ്വർഗത്തിൽ ആസ്വദിക്കണമെങ്കിൽ ദുനിയാവിൽ അധ്വാനിക്കണം. ദുനിയാവിൽ അധ്വാനിച്ചില്ലെങ്കിൽ, പാരത്രിക ജീവിതത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ദുനിയാവിൽ അധ്വാനിച്ചില്ലെങ്കിൽ നാളെ പാരത്രികമായ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരും. എങ്ങനെ അധ്വാനിക്കേണ്ടി വരും? റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ക്ഷമാപണം നിന്ന് നാളുകളേറെ, കാലങ്ങളേറെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ക്ഷമാപൂർവം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഇങ്ങനെ കരഞ്ഞ് 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 കരഞ്ഞ്, നമ്മളെ അറിയുന്നതും അറിയാത്തതും, നമ്മുടെ മക്കൾ സ്വർഗത്തിലുണ്ടെങ്കിൽ, ഭാര്യ സ്വർഗത്തിലുണ്ടെങ്കിൽ, ഉസ്താദ് സ്വർഗത്തിലുണ്ടെങ്കിൽ അവരോടൊക്കെ ആവലാതി ബോധിപ്പിച്ച്, റബ്ബിനോട് ആവലാതി ബോധിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് അധ്വാനം വേണ്ടി വരും നാളെ. എങ്കിലോ ദുനിയാവിൽ അധ്വാനിച്ചാൽ അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം നാളെ സ്വർഗം കിട്ടും. പക്ഷെ അവിടെ നമ്മൾ അധ്വാനിച്ചെന്നിരിക്കട്ടെ, അതിന്റെ കൂലി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. റബ്ബിന്റെ വലിയ ദയ കൊണ്ട്, അല്ലെങ്കിൽ വലിയ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശുപാർശ കൊണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാലായി. അല്ലാതെ അവിടുത്തെ അധ്വാനത്തിന് ഫലമുണ്ടാകുമോ ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു മാർഗം, ഈ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണമെങ്കിൽ ദുന്യവിയായ ജീവിതത്തിൽ നമ്മൾ പാരത്രിക ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണം. എങ്കിലാണ് ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. അവിടെ അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് വ്യത്യസ്തമായ ജോലികളിലാണെന്ന് പറയപ്പെടുന്ന സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കുന്ന തിരക്കിലായിരിക്കും ഓരോ മനുഷ്യരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. എത്ര രസമാണ്, എത്ര സാരസമ്പൂർണമാണ് പരിശുദ്ധമായ ആയത്ത്. അവിടെ ആ സ്വർഗീയ ലോകത്ത് പഴവർഗ്ഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് ആർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. പഴം മാത്രമേ ഉള്ളോ, പഴവർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളോ എന്നൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല എല്ലാം കൂടി ചേർത്തങ്ങ് പറയുന്നു, വലഹും മാ യദ്ദഊൻ. പഴവർഗ്ഗം മാത്രമല്ല കേട്ടോ,
വലഹും ആ സ്വർഗീയവാസികൾക്കുണ്ട്, അസ്ഹാബൽ ജന്നയ്ക്കുണ്ട് മാ യദ്ഊൻ സ്വർഗീയ അവകാശികൾ എന്തെല്ലാം തേടുന്നുണ്ടോ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. മനസ്സിൽ ആവശ്യപ്പെടുന്ന വിളിച്ചു ചോദിക്കലല്ല ഇവിടെ. റബ്ബിനോടൊന്നും ചോദിക്കണ്ട. അതാണ് പ്രത്യേകത സ്വർഗത്തിന്റെ. ഒന്നും നമ്മൾ ആവശ്യപ്പെടണ്ട, മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ മുമ്പിലെത്തുന്ന സ്വർഗം. ഇങ്ങനെ ഒരു ഭവനം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ കേന്ദ്രം, ഇങ്ങനെ ഒരു വലിയ ഒരു പ്രപഞ്ചം അതെവിടെയാണുള്ളത്? അത് സ്വർഗീയ ലോകമാണ്. ആ സ്വർഗീയ ലോകത്തെ ഇങ്ങനെ അല്ലാഹു തആല പരാമർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹു തആല റജബിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധമായ സ്വർഗം പുൽകാൻ അല്ലാഹു ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. റജബിന്റെ അജായിബുകളെ കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു നൽകി റജബിന്റെ മഹത്ത സുന്ദരമായ രാപ്പകലുകളുടെ ബറക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.